ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ PSC ഇൻഡെക്സ് ബുക്ക് ടെക്സ്റ്റ് ബുക്ക് ക്രാക്കർ സീരീസിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. നമ്മളിന്ന് 8ാമത്തെ ചാപ്റ്റർ 10ാം ക്ലാസ്സിൻ്റെ ഇംഗ്ലീഷ് മീഡിയം ടെക്സ്റ്റ് ബുക്കിനെ ബേസ് ചെയ്തുകൊണ്ട് കേരള ടുവേർഡ്സ് മോഡേണിറ്റി എന്ന് പറയുന്ന ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ ഈ ചാപ്റ്റർ വളരെ വൈഡായിട്ടുള്ള ഒരു ചാപ്റ്ററാണ്. ഒരുപാട് കാര്യങ്ങൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി കൂട്ടിച്ചേർത്ത രീതിയിലാണ് ക്ലാസ് എടുക്കണം എന്ന് എൻ്റെ ആഗ്രഹം. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് വേണ്ടുന്ന കാര്യങ്ങൾ ഞാൻ വീണ്ടും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പറയും. അപ്പോൾ അത് ഉറപ്പായിട്ട് പഠിക്കുക, എക്സാമിനെ ഫോക്കസ് ചെയ്തുകൊണ്ട്. അതല്ലാതെ നിങ്ങൾ കുറേയേറെ കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കേണ്ടതുമുണ്ട് കേട്ടോ. അപ്പോൾ ഇതിന് മുന്നേ നമ്മൾ 10ാം ക്ലാസ്സിൻ്റെ ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തുകൊണ്ട് കുറേയേറെ ക്ലാസ്സുകൾ ഞാൻ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. എക്സാം സ്പെഷ്യൽ വീഡിയോസൊക്കെ അതിനകത്ത് കുറേയേറെ ഉണ്ട്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നും അറിയാൻ വയ്യാത്തവരാണെങ്കിൽ പോലും ആ ക്ലാസ്സുകളൊക്കെ ഒന്ന് കയറി കണ്ട് പഠിച്ചു വെക്കുക. ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് ഉറപ്പായിട്ടും നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. അപ്പോൾ ഈ ക്ലാസ് കാണുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ഈ ക്ലാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഉറപ്പായിട്ടും ലൈക്ക് ചെയ്ത് അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യണം, 10ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് കേട്ടോ. ഓക്കെ, അപ്പോൾ ഈ ചാപ്റ്ററിനകത്ത് നമ്മൾ പഠിക്കുന്നത് വാസ്കോ ഡ ഗാമ എന്ന് നിങ്ങളെല്ലാവരും കേട്ട് കാണും. ആരാ ഈ വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്? കടൽ മാർഗം കച്ചവടത്തിന് നമ്മുടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോ ഡ ഗാമ എന്ന് പറയുന്നത്. ആദ്യ യൂറോപ്യനാണ്, കടൽ മാർഗം ഇന്ത്യയിലെത്തിയ ആദ്യ യൂറോപ്യനാണ് വാസ്കോ ഡ ഗാമ. അപ്പോൾ ഈ പുള്ളിക്കാരൻ ഇവിടെ എത്തിയത് മുതൽ ഐക്യകേരളം രൂപം കൊണ്ടത് വരെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് കേരളത്തിൽ നടന്നത് എന്നതാണ് എൻ്റെ എന്തോരം ഉണ്ടല്ലേ, അത്രയും കാര്യങ്ങളാണ് ഈ ചാപ്റ്ററിനകത്ത് വരുന്നത്. അപ്പോൾ നമുക്ക് കുറേശ്ശെയായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഞാൻ ഉദ്ദേശിക്കുന്നത്, പഠിപ്പിക്കുന്നത് എന്താണോ അത്രയും നിങ്ങൾക്ക് നിങ്ങളുടെ ഫ്യൂച്ചറിലും അതിനകത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ ഒരു പോയിൻറ്റ്സ് നിങ്ങൾക്ക് വേണം, എക്സാമിന് യൂസ്ഫുള്ളാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ആദ്യമായിട്ട് നമ്മുടെ വാസ്കോ ഡ ഗാമയോടൊപ്പം കേരളത്തിലെത്തിയ ഒരു പോർച്ചുഗീസ് നാവികനാണ് അൽവാരോ വെൻഹോവ്. പുള്ളിക്കാരൻ്റെ ഒരു ഡയറി കുറിപ്പാണ് ഇതിനകത്ത് കൊടുത്തേക്കുന്നത്. ഇതൊന്നും എക്സാമിന് എഴുതാനൊന്നും ചോദിക്കത്തില്ല. പുള്ളി ഇതിനകത്ത് കുറേ കാര്യങ്ങളാണ് പറയുന്നത്. അവിടെ മലനിരകളുണ്ടായിരുന്നു, ഇവരെ വഴികാട്ടിക്കാൻ കൊണ്ടുവന്ന ആൾക്ക് കലൈക്കുട്ട് എന്ന് പറയുന്ന സ്ഥലത്തിന് ഈ കാപ്പാട് അല്ലെങ്കിൽ കാപ്യ എന്ന സ്ഥലവുമായിട്ട് തിരിഞ്ഞുപോയി. അങ്ങനെ ഇവർ കാപ്പാടാണ് വന്നത്. പിന്നെ അവിടെ നിന്ന് കലൈക്കുറ്റിലേക്കുള്ള വഴി അവിടുത്തുകാർ കാണിച്ചു. അപ്പോൾ ഇവരുടെ ഈ ഒരു കപ്പൽ ഇവിടെ വന്നപ്പം തന്നെ സെൻറ്റ് ഗബ്രിയേൽ എന്ന് പറയുന്ന കപ്പലിലാണ് വാസ്കോ ഡ ഗാമ നമ്മുടെ ഇന്ത്യയിലെത്തിയത്. അപ്പോൾ ഒരു കപ്പലല്ല, അതിൻ്റെ കൂടെ വേറെ സെൻറ്റ് റാഫേലും സെൻറ്റ് ബെറിയോയും അങ്ങനെ കുറേ കപ്പലുണ്ട്. പക്ഷേ വാസ്കോ ഡ ഗാമ സഞ്ചരിച്ച കപ്പൽ സെൻറ്റ് ഗബ്രിയേലാണ് കേട്ടോ. അപ്പോൾ ഇവരിങ്ങനെ വരുന്നത് കണ്ട് തന്നെ കരയിൽ നിന്ന് കുറേ പേര് വള്ളത്തിലൊക്കെ വന്നിട്ട് നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്, ആരാ ഇവിടുന്നാണ് വരുന്നതെന്നൊക്കെ ചോദിച്ചു എന്നൊക്കെ പറയുന്നതെന്നും പറഞ്ഞ ഒരു ഡയറി കുറിപ്പാണ് ഇവിടെ കൊടുത്തേക്കുന്നത്. നമുക്കിതൊന്നും വേണ്ട. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നതിന് മുന്നേ നമ്മുടെ കേരളീയർ ആരുമായിട്ടാണ് ട്രേഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടെന്ന് മുതലാണ് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ശ്രദ്ധിച്ചിരിക്കുക. അപ്പോൾ ഈ ഹിസ്റ്ററിയുടെയൊക്കെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേറ്റ്, അതായത് ഇയേഴ്സ്, ആളുകൾ ഒക്കെ ബൈഹാർട്ട് ചെയ്തിട്ട് എന്താ അവിടെ സംഭവിച്ചതെന്നുള്ളതൊരു സ്റ്റോറി പോലെ ഓർത്തിരുന്നിട്ട് നിങ്ങളുടേതായിട്ടുള്ള സ്വന്തം സെൻറ്റൻസിൽ എഴുതാൻ ശ്രമിക്കുമ്പോഴാണ് ഈ സബ്ജക്റ്റ് എളുപ്പമാകുന്നത്. ഞാൻ കണ്ടിട്ടുണ്ട് ഒരുപാട് പേരും ഇത് കാണാപ്പാഠം പഠിച്ചിട്ട് എല്ലാം സ്റ്റക്കായി ഇഷ്ടമേ അല്ല ഒരുപാട്. പക്ഷേ ഇത് ഒരു സ്റ്റോറി പോലെ ഓർത്തിരിക്കുകയാണെങ്കിൽ മാർക്ക് നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ് കേട്ടോ. അപ്പോൾ ഇഷ്ടത്തോടെ പഠിക്കണേ. The Arabs and the Chinese were the prominent foreigners who had kept trade relations with Kerala prior to the Europeans. യൂറോപ്യൻസിന് മുന്നേ നമ്മുടെ കേരളവുമായിട്ട് ട്രേഡ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ടത് ആരൊക്കെയാണ്? അറബികളും ചൈനക്കാരുമാണ് കേട്ടോ. അപ്പോൾ ഈ പോർച്ചുഗീസുകാർ ഇവിടെ വന്നത് തന്നെ ഈ കേരളവും ഈ അറബികളും ചൈനക്കാരും ഇവരുമായിട്ടൊക്കെയുള്ളൊരു ട്രേഡ് റിലേഷൻഷിപ്പ് അവസാനിപ്പിച്ചുകൊണ്ട് വ്യാപാരം നടത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് പോർച്ചുഗീസുകാർ ഇവിടെ വരുന്നത് തന്നെ. The Portuguese aimed to end the Arab and the Chinese trade monopoly in the Kerala coast. They demanded Samorin, the ruler of Kozhikode, to expel the Arab merchants from Kozhikode. നോക്ക്, പോർച്ചുഗീസുകാർ ഇവിടെ വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു എൻഡ് ദ അറബ് ആൻഡ് ചൈനീസ് ട്രേഡ് മോണോപോളി ഇൻ ദ കേരള കോസ്റ്റ്. കേരളീയരും ഈ പറയുന്ന അറബികളും ചൈനക്കാരുമായിട്ടുള്ള വ്യാപാര കുത്തക,
ട്രേഡ് മോണോപോളി എൻഡ് ചെയ്യുക, അവസാനിപ്പിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ട് തന്നെയാണ് ഇവിടെ വന്നത്. അതുകൊണ്ട് തന്നെ ഇവന്മാർ കോഴിക്കോട്ട് എത്തിയപ്പം തന്നെ അന്ന് കോഴിക്കോടിൻ്റെ ലീഡർ അല്ലെങ്കിൽ അത് അവിടെ ഭരിച്ചിരുന്നത് ആരാണ്? സാമൂതിരിയാണ്, സാമോറിനാണ്. റൂളർ ഓഫ് കോഴിക്കോട് ഈ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് സാമൂതിരിമാരാണ്. അപ്പോൾ അന്നത്തെ സാമൂതിരിയോട് ഇവന്മാർ ചെന്നിട്ട് പറഞ്ഞ് എന്ത് ചെയ്യണം, ഇവിടുന്ന് എത്രയും പെട്ടെന്ന് അറബ് മർച്ചൻസിനെ എന്ത് ചെയ്യണം, കോഴിക്കോട്ടൊന്ന് പറഞ്ഞയച്ചോണം. അപ്പം സാമൂതിരി നോക്കുമ്പോൾ പെട്ടെന്ന് കുറേമാർ വന്നിട്ട് ഇവരെ പറഞ്ഞു വിട്ടോന്ന് പറയുമ്പോൾ അയാൾ സമ്മതിക്കുമോ? ഇല്ല. ബട്ട് സാമൂറിൻ റിജക്റ്റഡ് ദിസ് ഡിമാൻഡ് ആൻഡ് ദിസ് മെയ്ഡ് ദ പോർച്ചുഗീസ് ഫ്യൂരിയസ്. നോക്ക്, കോഴിക്കോട് നിന്ന് സാമൂതിരിയോട് പറഞ്ഞപ്പോൾ സാമൂതിരി ഇത് സമ്മതിച്ചോ? ഇല്ല. അപ്പോൾ എന്ത് ചെയ്ത് പോർച്ചുഗീസുകാർക്ക് അതൊരു ദേഷ്യത്തിന് കാരണമായി. അപ്പം ഒരാളോട് ദേഷ്യം തോന്നുവാണെങ്കിൽ എന്താ ചെയ്യുന്നത്? അവരുടെ ശത്രുക്കളെ കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ദേഷ്യം വന്ന ആളോട് വഴക്കിടാൻ ചെല്ലും. അപ്പോൾ ഇവന്മാരും അത് തന്നെ ചെയ്തേ. അവരെന്താ ചെയ്തേ? ദ പോർച്ചുഗീസ് sought the help of Kochi, the enemy state of Kozhikode, to gain trade supremacy in Kerala. അപ്പോൾ ഇവർ പോർച്ചുഗീസുകാർ എന്ത് ചെയ്ത് ഈ കോഴിക്കോടിൻ്റെ സാമൂതിരിയുടെ ശത്രുവായിട്ടുള്ള കൊച്ചി രാജാവുമായിട്ട് ഹെൽപ്പ് ചോദിച്ചിട്ട് കൊച്ചിയുടെ ഹെൽപ്പോട് കൂടിയിട്ട് പെട്ടെന്ന് അന്യനാട്ടിൽ നിന്ന് വന്നിട്ട് കോഴിക്കോട് സാമൂതിരിയുടെ മണ്ടയ്ക്ക് പെട്ടെന്ന് ചെല്ലാൻ പറ്റില്ല. അപ്പോൾ ഇവർക്ക് ആരുടെയെങ്കിലും നാട്ടിൽ നിന്ന് തന്നെ ഒരു ഹെൽപ്പ് വേണം പല കാര്യങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് കൊച്ചിയുടെ ഹെൽപ്പ് ചോദിക്കുകയും ചെയ്തു. ഇവർ എന്നിട്ട് എന്ത് ചെയ്തു? കോഴിക്കോടിൻ്റെ അധികാരം പിടിച്ചെടുക്കാൻ ശ്രമിച്ചു. അപ്പം തീർച്ചയായിട്ടും അപ്പോൾ സാമൂതിരി എന്ത് ചെയ്യും? ഇതിനെതിരെ പ്രതിരോധിക്കാൻ ശ്രമിക്കും, ഇല്ലേ? Though the Samorins navy under the leadership of കുഞ്ഞാലി മരക്കാർ bravely resisted the Portuguese, they lost. അതായത് സാമൂതിരി അപ്പോൾ എന്ത് ചെയ്ത്? സാമൂതിരിയുടെ നാവിക പടയാണ് ആര്? കുഞ്ഞാലി മരക്കാർ. അപ്പോൾ ഇവർ സാമൂതിരിയുടെ നേവിയുടെ സഹായത്തോടുകൂടി, നാവികപ്പടയുടെ സഹായത്തോടുകൂടി സാമൂതിരി എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർക്കെതിരെ പോരാടിയെങ്കിലും പക്ഷെ അവർക്ക് ജയിക്കാൻ പറ്റിയില്ല. നിങ്ങൾ കേട്ടോ, സാമോറിൻ്റെ നേവിയാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത്. അപ്പോൾ ആരാണ് കുഞ്ഞാലി മരക്കാർ എന്നുള്ളത് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് കോഴിക്കോട് ജില്ലയിലെ തന്നെ വടകരയ്ക്കടുത്തുള്ള പുതുപ്പണത്തെ മരക്കാർ കോട്ട ആസ്ഥാനമാക്കിക്കൊണ്ടുള്ള നാവികപ്പടയാണ് കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത്. അത് ഈ കുഞ്ഞാലി മരക്കാർമാർ എന്നാണ് പറയേണ്ടത്, കാരണം അത് ഒരാളല്ല. കുഞ്ഞാലി മരക്കാർ അവർ 4 പേരാണ് ഉള്ളത് കേട്ടോ. കുഞ്ഞാലി മരക്കാർ ഒന്നാമനും രണ്ടാമനും മൂന്നാമനും നാലാമനും, അത് വ്യത്യസ്ത സമയങ്ങളിൽ ഇങ്ങനെ 1, 2 ഇങ്ങനെ ഒരാൾ കഴിയുമ്പോൾ അടുത്ത ആൾ എന്നുള്ളൊരു അടിസ്ഥാനത്തിൽ. അപ്പോൾ ഇവർക്ക് മരക്കാർ എന്ന് പറയുന്ന സ്ഥാനപ്പേരൊക്കെ കൊടുത്തുകൊണ്ട് ഇവരെ നിയമിച്ചിട്ടുള്ളത് ആര് തന്നെയാണ്? സാമോറിൻ അല്ലെങ്കിൽ സാമൂതിരിയാണ്. അപ്പോൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പോൾ ഇതിനകത്ത് ഈ കുഞ്ഞാലി മരക്കാർ ഒന്നാമനാണ് കുട്ടി മുഹമ്മദ് അലി, രണ്ടാമനാണ് കുട്ടി പോക്കർ അലി, അങ്ങനെ കുറേ പേരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ടൊരു നാവിക സേന തന്നെ രൂപീകരിക്കുന്നത് ഇതിനകത്ത് കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. അതുപോലെ ഇതിനകത്ത് ചാലിയം കോട്ടയെക്കുറിച്ച് പറയുന്നുണ്ട്. ഈ ചാലിയം ഫോർട്ട്, ചാലിയം കോട്ട എന്ന് പറയുന്നത് ഈ സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഗവർണർ, ആ സമയത്ത് പോർച്ചുഗീസ് ഗവർണർ പണിഞ്ഞൊരു കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത്. പക്ഷേ ഈ ചാലിയം കോട്ട പിടിച്ചെടുത്തത് ആരാണ്? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് കേട്ടോ. കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുത്തത്. അപ്പോൾ ഈ സാമൂതിരിയെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ എങ്ങനെയും പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ട് പോർച്ചുഗീസ് ഗവർണർ പണിഞ്ഞ കോട്ടയാണ് ചാലിയം കോട്ട എന്ന് പറയുന്നത്. ഇത് 1571 ആര് പിടിച്ചെടുത്തെന്നറിയാമോ? കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ വാസ്കോ ഡ ഗാമ നമ്മുടെ കേരളത്തിലെത്തുന്നത് 15ാം നൂറ്റാണ്ടിൻ്റെ 15th സെഞ്ച്വറിയുടെ ലാസ്റ്റോട് കൂടിയിട്ടാണ്. അപ്പോൾ പിന്നീട് ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത് 1571 കേട്ടോ. നിങ്ങൾക്ക് പഠിക്കാനില്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പോൾ കുഞ്ഞാലി മരക്കാർ മൂന്നാമനാണ് ഈ ചാലിയം കോട്ട പിടിച്ചെടുക്കുന്നത്. അപ്പോൾ ഈ ഒരു വിജയത്തെ പുകഴ്ത്തിക്കൊണ്ട് 16ാം നൂറ്റാണ്ടിൽ അന്നത്തെ എഴുത്തുകാരനാണ് ഖാസി മുഹമ്മദ് കേട്ടോ. ഖാസി മുഹമ്മദ് അദ്ദേഹം എഴുതിയ ഒരു കാവ്യമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഫത്ഹുൽ മുബീൻ എന്ന് പറയുന്നത്. ക്ലിയർ വിക്ടറി, വ്യക്തമായ വിജയം. അപ്പോൾ അതിനകത്ത് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഇസ്ലാം മതത്തിന് വേണ്ടിയിട്ടും ഹിന്ദു ധർമ്മത്തിന് വേണ്ടിയിട്ടും ഒരേപോലെ പോരാടുന്ന ഹിന്ദുവായിട്ടുള്ള ഒരു രാജാവിനെ കണ്ടുപിടിക്കൂ സുൽത്താൻമാരെ എന്നാണ് ഇങ്ങനെ കൊടുത്തിട്ടുള്ളത് ആ ഒരു കാവ്യത്തിൽ. അപ്പോൾ അതിനകത്ത് നമുക്ക് മനസ്സിലാവണം, അന്ന് ഹിന്ദു എന്നോ മുസ്ലിം എന്നോ അങ്ങനെ മതത്തിൻ്റെ പേരിലോ
അങ്ങനെയൊന്നും ഒരു വ്യത്യാസവും ഇല്ലായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് റിലീജിയസ് ഹാർമണി ദാറ്റ് എക്സിസ്റ്റ് ഇൻ കേരള ആണ് നമുക്ക് ഈ ഒരു വരികളിലൂടെ മനസ്സിലാവുന്നത്. 16-ാം നൂറ്റാണ്ടിലെ കാര്യങ്ങളൊക്കെ നമ്മളെങ്ങനെയാണ് മനസ്സിലാക്കുന്നത് അന്നുള്ളവർ എണീറ്റ് വന്ന് നമ്മളോട് പറയത്തില്ല. അന്നത്തെ കൃതികളിലൂടെ ഒക്കെ അല്ലേ നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ ചാലിയം കോട്ടയുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത്. കുഞ്ഞാലി മരക്കാരുടെ കാര്യമാണ് നമ്മൾ പറഞ്ഞത് ഇല്ലയോ. കുഞ്ഞാലി മരക്കാർ എന്ന് പറയുന്നത് സാമൂറിൻ്റെ നേവിയാണ്. അവർ കോഴിക്കോട് ജില്ലയിലെ വടകരയ്ക്കടുത്തുള്ള അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് പുതുപ്പണം കോട്ടയെന്നാണ് ഈ കുഞ്ഞാലി മരക്കാരുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പോൾ അവർ കുഞ്ഞാലി മരക്കാർമാർ അവർ 4 പേരാണ് ഉണ്ടായിരുന്നത്. ഓരോരുത്തർക്കും ഓരോ പേരും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിനകത്ത് പ്രധാനമായിട്ടും കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ് നമ്മുടെ ഇന്ത്യയിൽ തന്നെ തീരപ്രദേശത്ത് ഒരു നാവികസേന ആദ്യമായിട്ട് രൂപീകരിക്കുന്നത് തന്നെ കുഞ്ഞാലി മരക്കാർ രണ്ടാമനാണ്. മൂന്നാമൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു 1571 ചാലിയം കോട്ട പോർച്ചുഗീസുകാർ പണിഞ്ഞത് പിടിച്ചെടുത്ത ആളാണ്. നമുക്ക് എത്ര ധീരന്മാരും ഒക്കെ ആണ് എന്നുള്ളത്. പക്ഷേ നമുക്കറിയാം കുഞ്ഞാലി മരക്കാരെ ഒരാളെ എന്ത് ചെയ്ത് ഗോവയിൽ കൊണ്ടുപോയി വധിച്ചു തലയൊക്കെ കണ്ട വളരെ ക്രൂരമായിട്ട് അദ്ദേഹത്തിനെ കൊലപ്പെടുത്തിയ കാര്യമുണ്ട്. അത് അങ്ങനെ ചെയ്തത് കുഞ്ഞാലി മരക്കാർ നാലാമനെയാണ് കേട്ടോ. 1600 കുഞ്ഞാലി മരക്കാർ നാലാമനെ പോർച്ചുഗീസുകാർ ഗോവയിൽ കൊണ്ടുപോയിട്ട് ക്രൂരമായി കൊലപ്പെടുത്തുന്നത് കേട്ടോ. അപ്പോൾ ഇത്രയാണ് കുഞ്ഞാലി മരക്കാരുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ ഈ ടെക്സ്റ്റിൽ ഇത് എക്സാമിന് ചോദിക്കുമെന്ന് ചോദിച്ചാൽ ഒരിക്കലും ചോദിക്കത്തില്ല. പക്ഷേ ഇത് നിങ്ങൾക്ക് മനസ്സിലാക്കി ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളിത് കേട്ട് വെക്കുന്നത് നിങ്ങൾക്ക് ഈ ഒരു സബ്ജക്റ്റ് ഇഷ്ടപ്പെടാനും പിന്നീട് നിങ്ങൾ പല കാര്യങ്ങൾ പഠിക്കുമ്പോഴും നിങ്ങൾക്കിത് ഹെൽപ്പ് ചെയ്യും ഉറപ്പായിട്ടും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. പോർച്ചുഗീസുകാർ ഇവിടെ വന്നു, അവരെന്ത് എയിമോട് കൂടിയിട്ടാണ് ഇവിടെ വന്നത്, പോർച്ചുഗീസിൻ്റെ ഡിമാൻഡ് എന്തായിരുന്നു, പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ളത് ഇവിടം വരെ ഈ ഒരു പാരഗ്രാഫ്, അതായത് തൊട്ട് മുന്നേ ഉള്ള പേജിൽ അടയാളപ്പെടുത്തിയത് മുതൽ ഇവിടം വരെ ഉള്ളതാണ് അതിൻ്റെ ആൻസേഴ്സായിട്ട് വരുന്നത്. ഇനിയും ഈ പോർച്ചുഗീസുകാർ മാത്രമേ ഇവിടെ എത്തിയ യൂറോപ്യൻസ്മാരായിട്ടുള്ളോ? അല്ല, പോർച്ചുഗീസുകാർക്ക് ശേഷം ആര് വന്ന്? ഡച്ചുകാർ വന്ന്, പിന്നെ ഫ്രഞ്ചുകാർ വന്ന്, അത് കഴിഞ്ഞിട്ടാണ് താരങ്ങൾ ബ്രിട്ടീഷുകാർ ഇവിടെ എത്തുന്നത്. അപ്പോൾ അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവർ ഓരോരുത്തരും വരുമ്പം മറ്റേമാർക്ക് ഇഷ്ടപ്പെടത്തില്ല, അവർ തമ്മിൽ യുദ്ധം ഉണ്ടാവും. അപ്പം ചിലരെ എന്ത് ചെയ്യും, ആരാണോ പരാജയപ്പെടുന്നത് അവർ ഇന്ത്യയിൽ നിന്ന് അല്ലെങ്കിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് പോകും. കൂട്ടത്തിൽ ദുർബലൻ ആദ്യമേ ഓടും, ഏറ്റവും ശക്തനായിട്ടുള്ളവൻ അവസാനം പോകും. നോക്കാം. The Portuguese, the Dutch, the English and the French were competing each other for the trade monopoly in Kerala. ഇവരൊക്കെ എന്തിനാണ് ഇവിടെ വരുന്നത്? ഇവർ അവിടെ ഒന്നും ഇല്ലാത്ത എന്ത് സാധനമാണ് നമ്മുടെ ഇവിടെ ഉള്ളത്? അപ്പോൾ ഇവർ മെയിനായിട്ടും നമ്മുടെ ഇവിടെ സ്പൈസസ്, സുഗന്ധദ്രവ്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ട്, പ്രത്യേകിച്ചും പെപ്പർ, കുരുമുളക് കേട്ടോ. അപ്പോൾ അതിൻ്റെ വ്യാപാര കുത്തകയ്ക്ക്, ട്രേഡ് മോണോപ്പൊളിക്ക് വേണ്ടിയിട്ടാണ് ഇവർ മെയിനായിട്ടും ഇവിടെ വരുന്നത്. കാരണം അവിടെ ഈ ഒരു സാധനങ്ങളൊന്നും ഉണ്ടാവത്തില്ല, അവർക്ക് വളരെയധികം വിലപ്പെട്ട സാധനമാണ് ഈ പറയുന്ന സുഗന്ധദ്രവ്യങ്ങൾ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടുന്ന് കൊണ്ടുപോകാമായിരുന്നു. പിന്നുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ കൊണ്ടുപോയിട്ട് അവിടെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങളുടെ ഒരു മാർക്കറ്റാണ് നമ്മുടെ ഇന്ത്യ എന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് അവർ ഓരോ വിദേശ ശക്തികളും ഇവിടെ വന്നിട്ട് പരസ്പരം മത്സരിച്ചത് കേട്ടോ. പിന്നീടുള്ളതെല്ലാം ചരിത്രമാണ്. നോക്കാം. The competition was mainly for black pepper. Consequently, the Dutch expelled the Portuguese from Kerala in 1663. കണ്ടോ, 1663 ഡച്ചുകാർ എന്ത് ചെയ്യുന്നുണ്ട്? പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും തുരത്തിയിട്ടുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കണം, 1663 പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് മാത്രമേ പോയിട്ടുള്ളൂ. അവരെ ആരാ ഇവിടുന്ന് ഓടിക്കുന്നത്? ഡച്ചുകാരാണ്. അപ്പം പോർച്ചുഗീസുകാർക്ക് ശേഷം വരുന്നത് ഡച്ചുകാരാണ്. ഡച്ചുകാരാണ് ഇവിടുന്ന് അവരെ ഓടിക്കുന്നത്. പക്ഷേ എന്ന് വിചാരിച്ചിട്ട് ഡച്ചുകാർ പോർച്ചുഗീസുകാരെ കേരളത്തിൽ നിന്നും മാത്രമാണ് കൊണ്ടുപോകുന്നത്. പക്ഷേ പോർച്ചുഗീസുകാർ ഇന്ത്യയിൽ നിന്നും പോകുന്നത് പിന്നീട് ഒരുപാട്, അവർ ഏകദേശം 463 വർഷം ഈ പോർച്ചുഗീസുകാർ ഇന്ത്യയിലുണ്ടായിരുന്നു കേട്ടോ. 1961 ലാസ്റ്റ് ഇവന്മാരെ ഇവിടുന്ന് ഓടിക്കുന്നത്. അത് ഓപ്പറേഷൻ വിജയ് എന്ന് പറഞ്ഞിട്ട് ഒരു സൈനിക നീക്കത്തിലൂടെയൊക്കെ. ഓക്കെ, അപ്പം കേരളത്തിൽ നിന്നും ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ഇവിടുന്ന് പറഞ്ഞയക്കുന്നത് എന്നാണ്? 1663. അപ്പോൾ ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ഇവിടുന്ന് കൊണ്ടുപോകുന്നത് എന്നാണ്? 1663 കേരളത്തിൽ നിന്ന് അവരെ ഓടിച്ചു വിടുന്നത്. കോൺസിക്വൻറ്റ്ലി ദ ഡച്ച് എക്സ്പെൽഡ് ദ പോർച്ചുഗീസ് ഫ്രം കേരള
in 1663, but the Dutch were forced to leave Kerala as they were defeated by Marthandavarma of Travancore with the help of the British in the Battle of Kolachal in 1741. കണ്ടോ, പോർച്ചുഗീസുകാർ വന്നു ഇവിടെ. പോർച്ചുഗീസുകാരെ ആരിവിടുന്ന് തുരത്തി ഓടിച്ചു? ഡച്ചുകാർ. എന്നാൽ ഡച്ചുകാർക്ക് ഇവിടെ അധികകാലം നിൽക്കാൻ പറ്റിയോ? ഇല്ല. ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി? നമ്മുടെ തിരുവിതാംകൂറിൻ്റെ സ്വന്തം മാർത്താണ്ഡവർമ്മ. എന്നാണ്? 1741 ഓഗസ്റ്റ് മാസം 10 ബാറ്റിൽ ഓഫ് കൊളച്ചൽ, കൊളച്ചൽ യുദ്ധത്തിലൂടെ മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി? ഡച്ച് കപ്പിത്താനായിട്ടുള്ള ഡിലനോയ് എന്ന് പറയുന്ന ആളെ. പുള്ളിക്കാരനെ വലിയ കപ്പിത്താൻ എന്നാണ് അറിയപ്പെടുന്നത്. പിന്നീട് മാർത്താണ്ഡവർമ്മ ഡിലനോയെ തടവുകാരനായിട്ട് പാർപ്പിക്കുകയും ഈ ഡിലനോയ് ആണ് പിന്നീട് ഇവിടെ ഉള്ളവർക്ക് അഭ്യാസങ്ങൾ, ഓരോ കാര്യങ്ങളെല്ലാം പഠിപ്പിച്ചത് കേട്ടോ. അപ്പോൾ അത് ഓർത്ത് വെക്കണം. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത്, ഡച്ചുകാർ പോർച്ചുഗീസുകാരെ ഇവിടെ ഓടിച്ച്, പക്ഷേ ഡച്ചുകാരെ പരാജയപ്പെടുത്തിയത് ആരാ? ഒന്ന് ആലോചിക്കണം. ഒരു നാട്ടുരാജ്യമാണ് ആദ്യമായിട്ടൊരു വിദേശ ശക്തിയെ തന്നെ, തിരുവിതാംകൂർ എന്ന് പറയുന്ന ഒരു നാട്ടുരാജ്യം ഒരു വിദേശ ശക്തിയെ തന്നെ എന്ത് ചെയ്തു? പരാജയപ്പെടുത്തി. പിന്നീട് ഡച്ചുകാർക്കും എന്ത് ചെയ്യാൻ പറ്റിയില്ല? ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ ഡച്ചുകാരെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തിയത് ബ്രിട്ടീഷുകാരുടെ ഒരു ചെറിയ ഹെൽപ്പോട് കൂടിയിട്ടാണ് കേട്ടോ. trouncing the French in the Carnatic Wars, British possessed trade monopoly in South India. പോർച്ചുഗീസുകാർ കേരളത്തിൽ നിന്ന് പോയി, പിന്നീട് ഡച്ചുകാരും പോയി. ഫ്രഞ്ചുകാർക്ക് ആ സമയത്ത് കർണാടിക് വാർസ്, കർണാടിക് യുദ്ധങ്ങൾ എന്താണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ഞാൻ പറയുക കേട്ടോ. ഇത് കർണാടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരും ഫ്രഞ്ചുകാരും തമ്മിൽ നടന്ന യുദ്ധമാണ് കർണാടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഒരു 1746 മുതൽ 1763 വരെയുള്ള കാലഘട്ടത്തിൽ നടന്നതാണ് കർണാടിക് യുദ്ധങ്ങൾ. 1746 മുതൽ 1763 വരെ നടന്ന യുദ്ധങ്ങളാണ് കർണാടിക് യുദ്ധങ്ങൾ എന്ന് പറയുന്നത്. ഈ കർണാടിക് യുദ്ധത്തിൽ ഫ്രഞ്ചുകാരെ ബ്രിട്ടീഷുകാർ പരാജയപ്പെടുത്തുകയായിരുന്നു കേട്ടോ. 1763 മൂന്നാം കർണാടിക് യുദ്ധത്തിൻ്റെ ഫലമായിട്ടുണ്ടായ പാരീസ് ഉടമ്പടിയോട് കൂടിയിട്ടാണ് ഫ്രഞ്ചുകാർ ഇവിടെ നിന്ന് പാടെ പോകുന്നത്. ഓക്കെ, അപ്പോൾ കർണാടിക് യുദ്ധങ്ങളുടെ ഫലമായിട്ടും ആരെ പരാജയപ്പെടുത്തി? ബ്രിട്ടീഷുകാർ ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. പിന്നെ ആകെ ഇവിടെ ഉള്ളത് ആര് മാത്രമേ ഉള്ളൂ? ബ്രിട്ടീഷുകാരാണ് കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് ബ്രിട്ടീഷുകാർ നമ്മുടെ ദക്ഷിണേന്ത്യയിലെ ട്രേഡ് മോണോപ്പൊളി പിന്നെ ആരുടെ കയ്യിലായി? ബ്രിട്ടീഷുകാരുടെ കൈവശമായി. പിന്നീട് അങ്ങോട്ട് ബ്രിട്ടീഷുകാർ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളതാണ് നമ്മൾ ഓരോന്നായിട്ട് പഠിക്കാൻ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇവിടെ ബാറ്റിൽ ഓഫ് കൊളച്ചൽ യുദ്ധമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ഇവിടെ പറയുന്നുണ്ട്. അതിനകത്ത് ഒരു സെൻറ്റൻസ് പ്രത്യേകമുണ്ട്. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ബാറ്റിൽ ലൈക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി ബട്ട് വാസ് ദ സൺസെറ്റ് ഓഫ് ഡച്ച് ഡ്രീം ടു ക്യാപ്ചർ കേരള ഓർ മലബാർ. അന്ന് മലബാർ എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ ഡച്ചുകാർക്ക് ഈ കേരളം പിടിച്ചെടുക്കുക അല്ലെങ്കിൽ മലബാർ സ്വന്തമാക്കുക എന്ന ആഗ്രഹം അവസാനിപ്പിച്ച യുദ്ധമാണ് കൊളച്ചൽ യുദ്ധം, ബാറ്റിൽ ഓഫ് കൊളച്ചൽ. കൊളച്ചൽ യുദ്ധം എന്നാണ് നടന്നത്? 1741 ഓഗസ്റ്റ് മാസം 10 അപ്പോൾ ഈ ചാപ്റ്റർ നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് അൽവാരോ വെൻഹോവ് എന്ന് പറഞ്ഞൊരു പുള്ളിക്കാരൻ്റെ പേര്, കടിച്ചപ്പൊട്ടാത്ത പേരൊക്കെ ഇടയ്ക്ക് വരും, ബാക്കിയൊക്കെ നമ്മൾ റിവൈസ് ചെയ്യുമ്പോൾ ഓർക്കും കേട്ടോ. അൽവാരോ വെൻഹോവ് ഡയറി കുറിപ്പോടുകൂടി സ്റ്റാർട്ട് ചെയ്തു. പിന്നെ 1663 എന്താ സംഭവിച്ചത്? ആദ്യം വന്ന പോർച്ചുഗീസുകാരെ രണ്ടാമത് വന്ന ഡച്ചുകാരെ പറഞ്ഞു വിട്ട് കേരളത്തിൽ നിന്ന്. പിന്നീട് നമ്മൾ 1741 ഓഗസ്റ്റ് മാസം 10 നടന്ന കൊളച്ചൽ യുദ്ധത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. കൊളച്ചൽ യുദ്ധത്തിൽ എന്ത് ചെയ്തു? ഡച്ചുകാരെ പരാജയപ്പെടുത്തിക്കൊണ്ട്, അതായത് ഡച്ചുകാരെ ആര് പരാജയപ്പെടുത്തി? നമ്മുടെ മാർത്താണ്ഡവർമ്മ പരാജയപ്പെടുത്തി. അതുകൊണ്ട് ഡച്ചുകാർക്കും ഇവിടെ നിൽക്കാൻ വയ്യാത്ത അവസ്ഥയായിപ്പോയി. പിന്നീട് കർണാടിക് യുദ്ധത്തിലും ബ്രിട്ടീഷുകാർ എന്ത് ചെയ്തു? ഫ്രഞ്ചുകാരെ പരാജയപ്പെടുത്തി. അങ്ങനെ സൗത്ത് ഇന്ത്യയിലെ മുഴുവൻ കാര്യങ്ങളും ആരുടെ കയ്യിലായി? ബ്രിട്ടീഷിൻ്റെ കയ്യിലായി. ബ്രിട്ടീഷ് പൊസസ്ഡ് ട്രേഡ് മോണോപ്പൊളി ഇൻ സൗത്ത് ഇന്ത്യ. അപ്പോൾ എങ്ങനെയാണ് ബ്രിട്ടീഷ് വ്യാപാര കുത്തക കൈക്കലാക്കിയത്? ഹൗ ഡിഡ് ബ്രിട്ടീഷ് പൊസസ് ട്രേഡ് മോണോപ്പൊളി ഇൻ സൗത്ത് ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ട ആൻസേഴ്സാണ് കേട്ടോ. ബ്ലാക്ക് പേപ്പറിൻ്റെ കോമൻറ്റിന് ഈ ഒരു ലാസ്റ്റ് പാരഗ്രാഫാണ് അതിൻ്റെ ആൻസേഴ്സായിട്ട് വരുന്നത്.
കേട്ടോ. അപ്പോൾ നമ്മൾ പഠിക്കുന്ന പോർഷൻസ് എന്താണ്, പഠിക്കുന്ന ക്വസ്റ്റ്യൻസ് എന്താണ്, അതിനനുസരിച്ചിട്ട് ടെക്സ്റ്റിന് ആൻസർ എഴുതാൻ വേണ്ടിയിട്ട് പഠിക്കണം കേട്ടോ. അപ്പോൾ കൊളച്ചൽ യുദ്ധം എന്ന് പറയുന്നത് പ്ലാസി യുദ്ധം പോലെ ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ബാറ്റിൽ ലൈക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി, അതായത് പ്ലാസി യുദ്ധത്തെ പോലെ വലിയൊരു മഹായുദ്ധമൊന്നും ആയിരുന്നില്ല എന്നിവിടെ പറയുന്നുണ്ട്. പ്ലാസി യുദ്ധം എന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തോ ഈ പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്, അതായത് നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് ഇവിടെ ആധിപത്യം ഇന്ത്യയിൽ ബ്രിട്ടീഷുകാർക്ക് ആധിപത്യം നേടിക്കൊടുത്ത യുദ്ധമാണ് എന്ത് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്, ബാറ്റിൽ ഓഫ് പ്ലാസി. 1757 1757 പ്ലാസി യുദ്ധം നടന്നത്. സത്യം പറഞ്ഞാൽ അത് അന്ന് ബംഗാളിലെ അവിടെ നവാബാണ് ഭരിച്ചുകൊണ്ടിരുന്നത്, നവാബ് കേട്ടോ. അന്നത്തെ നവാബായിരുന്ന സിറാജ് ഉദ്ദൗള എന്ത് ചെയ്തെന്നറിയോ, അവിടുത്തെ കുറേ ഫാക്ടറികളിലും അവിടെ ഇവിടെയൊക്കെ ജോലി ചെയ്തിരുന്ന കുറച്ച് ബ്രിട്ടീഷുകാരെ പിടിച്ച് ഒരു ഇരുട്ടറയ്ക്കകത്ത് അടച്ചു. അതായത് അവിടുത്തെ തന്നെ കൊൽക്കട്ടയിലെയും അവിടെയുള്ള ബ്രിട്ടീഷ് ഫാക്ടറികളും ഒക്കെ പിടിച്ചെടുത്ത് എന്നിട്ട് എന്ത് ചെയ്തു, അവിടെ ഉണ്ടായിരുന്ന ബ്രിട്ടീഷുകാരെ എല്ലാം കൂടെ പിടിച്ചൊരു ഇരുട്ടറയ്ക്കകത്ത്, ഏകദേശം 120ഓളം പേരുണ്ടായിരുന്നു കേട്ടോ. അവർ ഈ ബ്രിട്ടീഷ് പട്ടാളക്കാരെല്ലാം ആ ഇരുട്ടറ കയറി അവരതിനകത്ത് നിന്ന് ശ്വാസം മുട്ടി മരിക്കുകയാണ് ചെയ്തത്. അത് 1756 നടന്ന സംഭവം. അതിനെ തുടർന്ന് റോബർട്ട് ക്ലൈവും അന്നത്തെ ബംഗാളിലെ നവാബായിട്ടുള്ള സിറാജ് ഉദ്ദൗളയും തമ്മിൽ നടന്ന യുദ്ധമാണ് എന്ത് ബാറ്റിൽ ഓഫ് പ്ലാസി യുദ്ധം എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ബ്രിട്ടീഷുകാർക്ക് നമ്മുടെ ഇന്ത്യയിൽ ആധിപത്യം സ്ഥാപിച്ച അല്ലെങ്കിൽ അടിത്തറയിട്ട ആദ്യ സംഭവമാണ് ഈ പ്ലാസി യുദ്ധം. അപ്പോൾ അതാണ് ഇവിടെ ജസ്റ്റ് ഇങ്ങനെ പറയുന്നത്. ഇറ്റ് വാസ് നോട്ട് എ ബിഗ് ബാറ്റിൽ ലൈക്ക് ബാറ്റിൽ ഓഫ് പ്ലാസി ബട്ട് വാസ് എ സൺസെറ്റ് ഓഫ് ഡച്ച് ഡ്രീം ടു ക്യാപ്ചർ കേരള. അപ്പോൾ പ്ലാസി യുദ്ധത്തെ പോലെ വലിയ മഹായുദ്ധമൊന്നും ആയിരുന്നില്ല എങ്കിൽ പോലും ഡച്ചുകാരുടെ ആ സ്വപ്നം മൊത്തത്തിൽ കരിഞ്ഞുപോയി. കാര്യം എന്താ, മാർത്താണ്ഡവർമ്മ ആരെ പരാജയപ്പെടുത്തി, ഡച്ചുകാരെ പരാജയപ്പെടുത്തി. ആരുടെ സഹായത്തോടു കൂടിയിട്ട്, ബ്രിട്ടീഷുകാരുടെ സഹായത്തോടു കൂടിയിട്ട്. അപ്പോൾ കൊളച്ചൽ യുദ്ധം നടന്നത് എപ്പോഴാണ്, 1741 ഓഗസ്റ്റ് 10. 2 ഡേറ്റ് പഠിച്ചു. 1663 ഡച്ചുകാർ പോർച്ചുഗീസുകാർ ഇവിടെ നിന്ന് ഓടിച്ചു എന്ന് നമ്മൾ പഠിച്ചു. 1741 ഓഗസ്റ്റ് മാസം 10 കൊളച്ചൽ യുദ്ധം നടന്നു എന്നുള്ളതും പഠിച്ചു. ഈ അണ്ടർലൈൻ ചെയ്തിട്ടിട്ടുള്ള ഈ ഒരു 2 പാരഗ്രാഫ് അത്യാവശ്യം എഴുതാനും വായിക്കാനല്ല, ഇതിനകത്തുനിന്ന് ക്വസ്റ്റ്യൻസ് ചോദിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ബ്രിട്ടീഷുകാർ സൗത്ത് ഇന്ത്യൻ മോണോപ്പൊളി കൈവശപ്പെടുത്തിയത് അതെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അറിയണം. പിന്നെ ഈ 2 ഡേറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഈവൻ മാച്ച് ദ ഫോളോയിങ്ങിനകത്തെങ്കിലും ചോദിക്കും. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ളത് ഞാനിങ്ങനെ ഓരോ പാർട്ടായിട്ട് എടുത്തു തരാം. ക്ലാസ് കാണുന്നവർ ദയവേത് റെസ്പോൺസ് അറിയിക്കുക. ലൈക്ക് ചെയ്യുന്നതിനും കമൻറ്റ് ചെയ്തില്ലെങ്കിൽ പോലും ലൈക്ക് ചെയ്യുന്നതിനൊന്നും വലിയ മെനക്കെടൊന്നുമില്ല. അപ്പോൾ നിങ്ങളുടെ റെസ്പോൺസാണ് എനിക്കിതിനകത്തുനിന്ന് മനസ്സിലാവുന്നത്. അതുകൊണ്ടാണ് പല ക്ലാസ്സുകളും കണ്ടിന്യൂറ്റി ഇല്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പം പിന്നീട് വരുന്ന ഫീഡ്ബാക്കിൻ്റെയും റെസ്പോൺസിൻ്റെയും അനുസരിച്ചിട്ടാണ് ബാക്കി ക്ലാസ്സുകളൊക്കെ നമുക്ക് എടുക്കാൻ പറ്റത്തുള്ളൂ കേട്ടോ. എന്നുവെച്ചാൽ ആരെങ്കിലും പഠിക്കാനുണ്ടെങ്കിലല്ലേ നമുക്ക് എടുക്കാൻ തോന്നും, അതാണ് മെയിൻ കാര്യം. ഓക്കെ, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾക്കായി കാതോർത്തുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം.